ഫ്രീ ആയിട്ട് മൈസൂർ വരെ ഒന്ന് പോയി വരാം. വെക്കേഷനിൽ നമ്മൾ മൈസൂർ ട്രിപ്പ് എങ്ങനെയെന്ന് കണ്ടാലാ, അതും ₹1 പോലും കൊടുക്കാത്ത മൈസൂർ യാത്ര. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദ്രസയിലും സ്കൂളും ലീവായോണ്ട് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് കൂടിയപ്പോൾ ട്രിപ്പ് പോകാനുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെ എല്ലാവരും ഒരു 11 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വിരാജ്പേട്ട പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് മൂത്താളെ പിക്കാക്കിയിട്ട് നേരെ മൈസൂരിലേക്ക് പോയി. കർണാടക ഗവൺമെന്റ് ബസ്സിൽ സ്ത്രീകൾക്ക് മാത്രം ഫ്രീ ടിക്കറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ അല്ലേ. അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും ഇല്ലാട്ട, കർണാടകയിലുള്ള സ്ത്രീകൾക്ക് മാത്രം അതിനുള്ള പ്രൂഫും വേണം. ഇത് വന്നിട്ട് കുറെ ആയെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് അനുഭവിക്കുന്നത്. ബസ് കുറെ ഉണ്ടെങ്കിലും സീറ്റ് കിട്ടാൻ കുറെ പാടുണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ ഉൻസൂർ ബസ്സിലേക്ക് കയറി. ആടുന്ന് മൈസൂർ ബസ് കയറാനും തീരുമാനിച്ച്. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഉൻസൂർ എത്തിയാട്ടാ. ആടെ എത്തിയ പിന്നെയാണ് പണി പാളിയത്. ഈ മൊത്തം കാണുന്നത് മൈസൂരിലേക്കുള്ള ആൾക്കാർ. എല്ലാ ഭാഗത്തും ആൾക്കാർ ഫുള്ളാട്ടാ മൈസൂർ ബസ്സിന് ക്യൂ നിൽക്കുന്നത്. മിനിറ്റിന് ബസ് ഉണ്ടെങ്കിലും ആൾക്കാർ എണ്ണം തീർന്നില്ലാട്ടാ. ബസ് കാണുമ്പോൾ ആൾക്കാർ എവിടുന്നാ ഓടി വരുന്നതെന്ന് കാണുന്നില്ല, അത്രക്കാരും ആൾക്കാരുണ്ടായിട്ടാ. പിന്നൊന്നും നോക്കിയില്ല, ഒരു ബസ് കയറി നമ്മൾ രാത്രി ആകുമ്പോഴേക്കും മൈസൂരിലേക്ക് എത്തിയാട്ടാ. ആടുന്ന് നമ്മൾ നേരെ മൈസൂർ പാലസ് പോയി. അന്നാടെന്തോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പാലസ് നല്ല രസമുണ്ടായിട്ടാ കാണാൻ, ഫുള്ള് ലൈറ്റിംഗ് ലൈറ്റ്. അങ്ങനെ നമ്മൾ പാലസിന്റെ ഭംഗി ആസ്വദിച്ച് കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോയട്ടാ. ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് എല്ലാവർക്കും വന്ന ക്ഷീണവും തിന്ന ക്ഷീണമെല്ലായിട്ട് നല്ലോണം ക്ഷീണം പിടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ റൂം തപ്പി നടന്ന്. അങ്ങനെ റൂം സെറ്റായി എല്ലാവരും ഫ്രഷ് ആയിട്ട് നമ്മൾ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് ഫ്രഷായി നാസ്റ്റെല്ലാം കഴിച്ചിട്ട് വീണ്ടും തണ്ടാൻ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് GRS ഫാന്റസി പാർക്കിലേക്കാട്ടാ. അങ്ങനെ ആടെ പോയി ഉള്ളിൽ കയറാൻ എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത്. അപ്പോൾ ടിക്കറ്റിൻ്റെ പൈസ മാത്രം നമുക്ക് 11,000 സംതിങ് കഴിഞ്ഞിട്ടാ. ഒറ്റയടിക്ക് 11,000 നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ബാഗ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വേറൊന്നും സാധനം ഉള്ളിലേക്ക് വിടുന്നില്ല കേട്ടോ. അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ കയറിയ പിന്നെ വേറെ എന്താ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾ കണ്ടോട്ടാ.